കഴുകി വെച്ച കൂന്തലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഓയിൽ ഒഴിച്ച് കൂന്തൽ നന്നായിട്ട് വറുത്തെടുക്കുക. കൂന്തൽ ഇതാ ഈ ഒരു ലെവലില് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 4 സവാള വാടി വരുമ്പോത്തിന് നമുക്ക് അരി റെഡിയാക്കണം. അപ്പൊ മറ്റൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഡ്രൈ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. 3 തക്കാളി, മല്ലിയില, പുതിന, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സമദ് ബിരിയാണി മസാല. ഇന്ന് ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം പല ഭാഗങ്ങളിലായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് സമദ് ബിരിയാണി മസാല. സമദ് ബിരിയാണി മസാല ഓർഡർ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലോ വെബ്സൈറ്റിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൈര് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കൂന്തൽ ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പുറത്ത് വെള്ളം തിളച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. UTCയുടെ റൈസാണ് നമ്മളിവിടെ ബിരിയാണി വെക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ശേഷം മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചുള്ള കൂന്തൽ മസാല ഉണ്ടല്ലോ ബിരിയാണിയിലേക്കുള്ള, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഏറ്റവും അടിയിൽ ഒരു ലെയർ. ഇനി അതിന്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. വറുത്തെടുത്തിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ക്യാരറ്റ്, മല്ലിയില, പുതിനയില, വീണ്ടും ബാക്കി റൈസും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളിനി മുകളിൽ കനലിട്ടിട്ട് ദം ചെയ്യണില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ. ഇനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മൂടി വെക്കുക. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ ചുടുവെള്ളം അങ്ങോട്ട് കയറ്റി വെക്കുക. ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നമ്മൾ കനലിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്ത സംഭവം ഇട്ട് കൊടുക്കാൻ പാടില്ല. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യാ, ഇതിന് മുകളിൽ ചുടുവെള്ളം കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നമില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഇതാ ദം പൊട്ടിക്കാൻ പോവാണ്. നല്ല അടിപൊളി സ്മെല്ലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മൂടി മാറ്റിയപ്പോൾ. ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നമുക്ക് റൈസ് ഇങ്ങനെ കോരിയെടുക്കാം. അടിപൊളിയല്ലേ? ശരിയോ? ഇന്നൊക്കെ എങ്ങനെയുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. കൂന്തൽ കുറച്ച് കുറഞ്ഞോണ്ടേ ഉള്ളി തക്കാളി കുറച്ച് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മസാല റൈസിൽ നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു സിമ്പിൾ റെസിപ്പി ബിരിയാണിയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. കൂടുതൽ കാഴ്ച വിശേഷമായിട്ട് മറ്റു വീഡിയോ. ബൈ.